നമസ്കാരം. ഷെക്കേന ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം ഷെക്കേന ഇൻസൈറ്റ് ചർച്ച ചെയ്യുന്നത് ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങളാണ്. പ്രളയം, GST, നോട്ട് നിരോധനം, ആകെ അടിത്തറ തകർന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ ചെറുകിട വ്യാപാര മേഖലയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുകയാണ് ഇൻസൈറ്റ് ഈ ലക്കത്തിൽ. അതിഥികൾ എല്ലാവരും തയ്യാറായിരിക്കുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ ബിന്നി ഇമ്മട്ടി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷാജി കോടങ്കട്ടത്ത്, BJP നേതാവ് K. സജീവ് എന്നിവരാണ് ഇപ്പോൾ ഈ ലക്കം ചർച്ചയിൽ പങ്കെടുക്കുവാനായി ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. എല്ലാ അതിഥികളെയും ഇൻസൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ആദ്യം തന്നെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ശ്രീ ബിന്നി ഇമ്മട്ടി, GST വന്നതോടെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് എത്രത്തോളം തകർന്നു? അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. GST വന്നതോടുകൂടി ചെറുകിട ഇടത്തരം വ്യാപാര മേഖല കേരളത്തെ സംബന്ധിച്ച് 50 ലക്ഷം വരെ അതിന് ടാക്സിൻ്റെ കിഴിവ് കൊടുത്തിരുന്നു. GST വന്നപ്പോൾ ആ കിഴിവുകൾ മുഴുവൻ എടുത്തു കളഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് ഒരേ നികുതി നിരക്കിലാണ് ഇന്ന് ചെറുകിട വ്യാപാരികളും വ്യവസായങ്ങളും നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന പുറത്ത് വലിയ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് മത്സരിക്കാൻ സാധിക്കാതെ ഏതാണ്ട് കേരളത്തിൽ മാത്രം 1 ലക്ഷത്തോളം വരുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പൂട്ടിപ്പോയി. ബാങ്കുകളിൽ കിട്ടാക്കട കേരളത്തിൻ്റെ സ്ഥിതി 40% ചെറുകിട വ്യവസായങ്ങളുടെ കിട്ടാക്കട 40%. അപ്പോൾ ആ രീതിയിൽ ആ മേഖല ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന ചെറുകിട വ്യവസായ മേഖല പൂട്ടിപ്പോയി. ഇന്ന് വലിയ കോർപ്പറേറ്റ് കമ്പനികളെ ആശ്രയിച്ച് അവിടെ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ അവർ പറയുന്ന വിലയ്ക്ക് വിറ്റഴിക്കുന്നൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ചെറുകിട കമ്പനികൾ പൂട്ടിപ്പോവുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാർ, അതുമായി ജീവിച്ചിരുന്നവർ തൊഴിലില്ലാതായി. അങ്ങനെ വലിയ പ്രതിസന്ധി കേരളത്തിൽ നിന്ന് നിലനിൽക്കാം. ശ്രീ ഷാജി കോടങ്കണ്ടത്ത്, ഇപ്പോൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ GST വലിയ തകർച്ചയ്ക്കിടയാക്കി, ചെറുകിട വ്യാപാര മേഖല തകർന്നടിഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോയി. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. കോൺഗ്രസ്, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടന, GST വഴിയുടെ വലിയ പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിസന്ധികളും ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ആ GST ഈ നാട്ടിൽ കൊണ്ടുവന്ന BJP സർക്കാരിനെ തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഇത്തരം പ്രതിസന്ധികൾ ജനങ്ങൾ അത്ര ഗൗരവമായി കാണുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തെറ്റായ ഒരു വാദമാണ്. ഈ GSTയെ സ്വാഗതം ചെയ്ത ആദ്യത്തെ ഒരു വ്യക്തി തോമസ് ഐസക്കാണ്. പിന്നെ GSTയെ സ്വാഗതം ചെയ്തത് ടൈറ്റാൻ കമ്പനിയും അതുപോലെ തന്നെ അശോക് ലൈലൻഡ്, വെങ്കടേശ്വര ഹാച്ചറീസ്, മലബാർ ഗോൾഡ്, അങ്ങനെയുള്ള വൻകിട മുതലാളിമാരാണ് GSTയെ സ്വാഗതം ചെയ്തത്. ഇപ്പോൾ GST ഒരു തലതിരിഞ്ഞ ഒരു 1/7/2017 അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന GST ഒരു തലതിരിഞ്ഞ ഒരു സമ്പ്രദായമാണെന്ന് ഒരു സംശയമില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം 28% GST ഏർപ്പെടുത്തിയ രാജ്യമാണ് ഇന്ത്യ. 5 തരത്തിലുള്ള GST ആണ്. അപ്പോൾ കോൺഗ്രസ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് സർക്കാർ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ ഈ GSTയുടെ സിസ്റ്റം ഞങ്ങൾ മാറ്റിക്കളയും, ഞങ്ങൾ ഈ GST സിസ്റ്റം ഇറേസ് ചെയ്ത് കളയും എന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ പറഞ്ഞത് 18% കൊണ്ടുവരണം GST എന്നാണ്. ഈ 5 ഘടന മാറ്റണം, ഒരു സിംഗിൾ സിസ്റ്റം ആയിരിക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞ ഒരു GST എന്ന് പറഞ്ഞാൽ സിമ്പിളായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, പ്രോഗ്രസീവ് ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മെത്തേഡിൽ വേണം GST നടപ്പിലാക്കാൻ. പിന്നെ ഈ GST നടപ്പിലാക്കിയതുകൊണ്ട് ഉണ്ടായ ദോഷവശം മൈക്രോ മീഡിയം സ്മോൾ എൻ്റർപ്രൈസസ് ആണ് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതലുള്ളത്. ഈ മൈക്രോ മേഖലയിലും മീഡിയം മേഖലയിലും അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ മേഖലയിലും ഉണ്ടായ സ്ഥാപനങ്ങളുടെ അവസ്ഥ ആദ്യമായി അതിനെക്കുറിച്ച് സർവേ നടത്തിയത് ഗുജറാത്തിലെ മർച്ചൻ്റ് ഓർഗനൈസേഷനാണ് ആദ്യമായി സർവേ
നടത്തിയത്. അവർ സൂററ്റിൽ, നിങ്ങൾക്കറിയാം, സൂററ്റിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ ആ വലിയ GST ഏർപ്പെടുത്തിയപ്പോൾ 20 ദിവസമാണ് സമരം നടന്നത്. ഗുജറാത്തും സൂററ്റും മുഴുവൻ സ്തംഭിച്ചു. ആ സമരം നടന്നപ്പോൾ അവർ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ മൈക്രോ മേഖലയിൽ 35% സ്ഥാപനങ്ങൾ നശിച്ചുപോയി. അതുപോലെ തന്നെ മീഡിയം മേഖലയിൽ 32% സ്ഥാപനങ്ങൾ നശിച്ചുപോയി. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ സ്ഥാപനങ്ങളിൽ 24% സ്ഥാപനങ്ങൾ നശിച്ചുപോയി. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. ഈ GSTയെ സംബന്ധിച്ചോ ഡിമോണിറ്റൈസേഷനെ സംബന്ധിച്ചോ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഇലക്ഷനിൽ എവിടെയെങ്കിലും പ്രസംഗിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ അതിനെ പ്രചരണമായുധമാക്കിയിട്ടുണ്ടോ? അവർ ഒരു കാര്യം അവർ പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന GST വിജയമായിരുന്നെങ്കിൽ അവരുടെ ഇലക്ഷൻ പ്രോസസ്സിൽ ആദ്യമായി പറയേണ്ടത് GSTയുടെ വിജയമാണ്. ശ്രീ ഷാജി, അക്കാര്യത്തിൽ അത് പരാജയമാണെന്ന് പ്രസംഗിച്ച കോൺഗ്രസും പരാജയപ്പെട്ടു. അതിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് GST എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി മത്സരിച്ച്, അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷന്റെ ഗുണങ്ങൾ മുന്നിൽ വെച്ചിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി മത്സരിച്ചത്. അവർ കൊണ്ടുവന്ന, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കുമ്പോൾ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശും പാകിസ്ഥാനുമാക്കി. ശ്രീ ഷാജി, അതിലേക്ക് വരാം. അത്തരം രാഷ്ട്രീയമല്ല ചെറുകിട വ്യവസായികളും വ്യാപാരികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലേക്കാണ്. ശ്രീ ഷാജി, അതിലേക്ക് നമുക്ക് തിരികെ വരാം. ശ്രീ ബിന്നി ഇമ്മട്ടി, ഈ GSTയെ ആദ്യമായി സ്വാഗതം ചെയ്തത് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അംഗം കൂടിയായ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇന്ന് അക്കാര്യത്തിൽ അദ്ദേഹം ദുഃഖിക്കുന്നുണ്ടോ? താങ്കളുടെ പ്രസ്ഥാനം ദുഃഖിക്കുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിൽ ഇത്തരം GSTയിലെ ബാക്കിയുള്ള ഇളവുകൾക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സമ്മർദ്ദം താങ്കളുടെ പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്നുണ്ടോ? തോമസ് ഐസക്ക് വിഭാവനം ചെയ്ത GST അല്ല നടപ്പാക്കിയത്. ഞങ്ങളുടെ മുമ്പിലുള്ള GST ഇതല്ല. അന്ന് പറഞ്ഞിരുന്ന ഗവൺമെൻറ് പറഞ്ഞിരുന്ന നിങ്ങൾ പറയുന്ന പോലെ ആ രീതിയിൽ GSTയുടെ നിരക്ക് കുറച്ചുകൊണ്ട് GST ഏകനികുതി എന്ന രീതിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരിക്കണേ. 5 സ്ലാബാക്കി തിരിച്ചിരിക്കുക GST, 28, 15 അങ്ങനെ പല തരത്തിൽ തിരിച്ചിരിക്കുക GST. ശ്രീ ബിന്നി, ഇതിനകത്തൊരു പ്രശ്നം, താങ്കൾ പറയുന്ന ഒരു കാര്യം 50% നികുതി ഇളവ് കൊടുക്കും എന്നുള്ളത്. ആ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾക്ക് അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് കൃത്യമായി അഴിമതിക്കുള്ള ഒരു സമയം കൂടി അല്ലെങ്കിൽ ഒരു അവസരം കൂടിയായിരുന്നല്ലോ അത്. ആർക്കൊക്കെ നികുതി ഇളവ് കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ നികുതി ഇളവ് കൊടുക്കണം, ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലിലൂടെ നികുതി ഇളവിലേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമേ സംസ്ഥാന ഗവൺമെന്റുകളുടെ സങ്കടമായി താങ്കൾക്ക് തോന്നുന്നുള്ളൂ. അല്ല, അങ്ങനെ അത് ശരിയല്ല. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് 50 ലക്ഷം വരെ അവർക്ക് സബ്സിഡി രീതിയിൽ നിരക്ക് കുറച്ചിരുന്നു. എന്നാൽ മാത്രമേ പുറത്തുനിന്ന് വരുന്ന മൾട്ടിനാഷണൽ കമ്പനികളുമായി ഈ ഉൽപ്പന്നങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കുള്ളൂ. അത് എടുത്തു കളഞ്ഞപ്പോൾ ആ ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് വരുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ പറ്റാത്തത് മൂലം നഷ്ടം സംഭവിച്ചതിന് മൂലം ഓരോ കമ്പനികൾ പടിപടിയായി പൂട്ടി. 1 ലക്ഷത്തോളം ചെറുകിട കമ്പനികളാണ് കേരളത്തിൽ പൂട്ടിപ്പോയിരിക്കുന്നത്. ശ്രീ ബിന്നിയമ്മട്ടി, അതെ, GST മാത്രമാണോ അതിന്റെ കാരണം? മറ്റു പല കാരണങ്ങളില്ലേ? വ്യവസായികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് GST മാത്രം കൊണ്ട് കുറെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുക എന്ന് പറയുന്നത്? അത് ആവശ്യമായ ഒരു കാര്യം അല്ല, അത് ശരിയല്ല. കേരളത്തിൽ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയ അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ സാമ്പത്തിക സോഴ്സാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി കിഴിവ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള പുറത്തുനിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളെ കോമ്പറ്റ് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെയാണ് എടുത്തു കളഞ്ഞത്. ഇപ്പോൾ വൻകിട കമ്പനികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ 50% കിഴിവ് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ആ വിലയ്ക്ക് വിൽക്കുവാനോ ആ വിലയ്ക്ക് അവരുടെ കൂടെ മത്സരിക്കുവാനോ സാധിക്കാതെയാണ് പൂട്ടിപ്പോയിരിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ അടിസ്ഥാന വികസനത്തിൻ്റെ കുറവോ അല്ലാണ്ട് ഇവിടെ വേറെ ഒരു കമ്പനി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ഒരു കുറ്റം കൊണ്ടല്ല. ശ്രീ കെ സജീവ്, എല്ലാ കുറ്റങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന GSTയിലേക്കാണ് എത്തിച്ചേരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. GST മൂലം പൂട്ടിപ്പോകുന്ന വ്യവസായ സ്ഥാപനങ്ങൾ, ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു GST നയമൊന്നുമല്ല കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ആരോപണം. സംസ്ഥാനങ്ങൾ ആദ്യം സ്വാഗതം ചെയ്തെങ്കിലും അവസാനം സംസ്ഥാനങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ഈ പൂട്ടിപ്പോയതിൻ്റെ പാവഭാരം ഏറ്റെടുക്കുന്നുണ്ടോ BJP? ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം ചെറുകിട മേഖലയെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ള ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബെന്നി ഇമ്മട്ടി ശ്രീ പറഞ്ഞ പോലെ
ആദ്യ കാലഘട്ടങ്ങളിൽ വാറ്റ് എന്ന് പറയുന്ന നികുതി പദ്ധതി നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ അഥവാ വാല്യൂ ആഡ് ടാക്സ് നിലനിൽക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ 5 ടേൺ ഓവർ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നികുതി രജിസ്ട്രേഷൻ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കൂ, GST വന്നതിന് ശേഷം 40 ലക്ഷം രൂപയുടെ വിറ്റുവരവുള്ളവർക്ക് മാത്രമേ ടാക്സ് രജിസ്ട്രേഷൻ്റെ ആവശ്യകത തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണ് ഇവിടുത്തെ ചെറുകിട മേഖലയെ പിന്തുണച്ചിട്ടുള്ളത്? ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കാം, ഇപ്പോൾ കഴിഞ്ഞ വാറ്റിൻ്റെ സമയത്ത് 1 കിലോ കോഴിയിറച്ചിയുടെ വില കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഗോവിന്ദാപുരം എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണ് കോഴി. ഈ കോഴിക്ക് താങ്ങി വില 70 രൂപയായിരുന്നു എന്ന്. നമ്മൾ 40 രൂപയ്ക്കോ 30 രൂപയ്ക്കോ വിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ആ 70 രൂപയുടെ മുഴുവൻ നികുതിയും സർക്കാർ വാങ്ങിവെച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഭക്ഷ്യോൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ചെരുപ്പ്, കേരളത്തിലെ മറ്റൊരു ഉൽപ്പാദന മേഖലയാണ് ചെരുപ്പ്. BKC അടക്കമുള്ള അല്ലെങ്കിൽ കോഴിക്കോടൻ കൊയിലാണ്ടി മേഖലകളിൽ ഏറ്റവും കൂടുതൽ വളർന്നു നിൽക്കുന്ന ഒരു മേഖലയാണ് ചെരുപ്പ് മേഖല എന്ന് പറയപ്പെടുന്നത്. ആ ചെരുപ്പ് മേഖലയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വാറ്റുള്ള സമയത്ത് 500 രൂപയേക്കാൾ താഴെയുള്ള ഒരു ചെരുപ്പിന് 12% നികുതി. ഇന്ന് അത് 5% എത്തിയിരിക്കുന്നു. 7% നികുതി കുറച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളത്തിൽ ഒരു റോ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഉൽപ്പാദക വസ്തുക്കളും നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്നാണ് ഉൽപ്പന്നങ്ങൾ വേണ്ട റോ മെറ്റീരിയൽസ് വരുത്തിയിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ 2% സീഫോം കൊടുത്തിട്ടാണ് ഇവിടുത്തെ ചെറുകിട ഉൽപ്പാദകർ ഇവിടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്തിച്ചിരുന്നത്. ഇപ്പോൾ ആ 2% സീഫോമിൻ്റെ ആവശ്യമില്ല. ഇന്ന് അവർ അവിടെ കൊടുക്കുന്ന നികുതി അവർക്ക് ഇവിടെ ഇൻപുട്ട് കിട്ടുന്നു. ശ്രീ സജീവ്, കാര്യങ്ങളൊക്കെ പറയുമ്പോഴും വില കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും വില കുറഞ്ഞതായി സാധാരണക്കാരന് ഒരു അനുഭവം ഉണ്ടാവുന്നില്ല. കോഴിയിറച്ചിയുടെ വില 70 രൂപയിൽ എത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? കോഴിയിറച്ചി 100 രൂപയ്ക്ക് താഴേക്ക് പോയത് ഏതെങ്കിലും വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമല്ലേ? അതുപോലെ സിമെന്റിന്റെ വില, ഔഷധങ്ങളുടെ വില, മറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസുകളുടെ വില, ഇതൊക്കെ ഏതാണ്ട് ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫ് മാത്രമാണ് കാണുന്നത് GST വന്നു കഴിഞ്ഞിട്ടും. ഏകദേശം നമ്മൾ തമിഴ്നാട് ജില്ലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 85 രൂപയുടെ വ്യത്യാസം ഒരു ചാക്ക് സിമെന്റുമായി കേരളത്തിനുണ്ട്. കേരളത്തിലെ ഒരു ചാക്ക് സിമെന്റിന്റെ വില 85 രൂപയുടെ വ്യത്യാസത്തിൽ വന്നു നിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇടതുപക്ഷം പറയുകയാണ് വാറ്റ് നികുതി വളരെ കൂടുതലാണ്, വാറ്റിൻ്റെ അളവ് കുറയ്ക്കണം, വാറ്റിൻ്റെ നികുതി പാറ്റേൺ തന്നെ മാറ്റണം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പ്രളയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് 2% നികുതി അധികമായി ഇവിടുത്തെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടപടിയെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ GST കൗൺസിൽ കൂടിയപ്പോൾ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയത്. ഈ സെസ് എന്ന് പറയുന്ന പ്രവർത്തനം നിർത്തിവെക്കാനും സെസ് ഏർപ്പെടുത്താൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. ചെറുകിട മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എത്ര ചെറുകിട മേഖല പൊട്ടിപ്പോയിട്ടുണ്ടാകും? വളരെയധികം ഇത് ബീബൽസിയൻ ഒരു കഥ പോലെ ഒരു നുണയെ 100 വട്ടം പറയുമ്പോൾ അത് സത്യമാകുന്ന ഒരു രീതിയിലെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം. ശ്രീ ബിന്നി ഇമ്മട്ടി, പൂട്ടിപ്പോയ വ്യവസായങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാർ ആവശ്യപ്പെട്ടിരുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സജീവ് പറഞ്ഞ പോലെ കോഴിയിറച്ചി വില പോലെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ പോലും യാതൊരു വിലയിലും ഒരു കുറവ് സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വില കുറയേണ്ട സാധനങ്ങളായിരുന്നു. അതുപോലെ ഹോട്ടൽ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ വില കുറയേണ്ടതായിരുന്നു. ഈ പറയുന്ന GSTയിൽ ഇളവ് കൊടുക്കുമ്പോഴും ഇത്തരം വ്യവസായ അല്ലെങ്കിൽ ചെറുകിട മേഖലകൾ, ഈ ഹോട്ടലുകൾ അടക്കമുള്ള അല്ലെങ്കിൽ കോഴിയിറച്ചി യൂണിറ്റുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ GSTയിൽ ഇളവ് കിട്ടുമ്പോൾ പക്ഷേ അതിൻ്റെ ഫലമൊന്നും സാധാരണക്കാരന് ലഭിക്കുന്നുമില്ലല്ലോ. കോഴിയിറച്ചിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ പൗൾട്രി ഫാർമേഴ്സ് ട്രേഡ് സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് കോഴി സംഘടനയുടെ. അത് വലിയ പരിതാപകരമായ കാര്യമാണ്. 87 രൂപയ്ക്ക് വിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വിറ്റത് നമ്മൾ 79 രൂപയ്ക്ക് കോഴി. 90 രൂപ 1 കിലോ കോഴിക്ക് ഉൽപ്പാദന ചെലവ് വരുന്നുണ്ട്. കർഷകൻ്റെ നട്ടിലൊടിയുന്നൊരു സ്ഥിതിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കോഴി വരികയും കേരളത്തിൽ ഉണ്ടാകുന്ന കോഴി ഉൽപ്പാദനം വർദ്ധിക്കുകയും ഇവിടെ സെയിലില്ലാതെ ആകുകയും ചെയ്തതിൻ്റെ ഫലമായി ഏതാണ്ട് വലിയ രീതിയിൽ അവരെ ഫാമുകളിൽ നിന്ന് വിൽക്കുന്ന പോലെ 55 രൂപയായിരുന്നു. 90 രൂപ ഉൽപ്പാദന ചെലവ് വരുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ അതുമാത്രമല്ല അതിൻ്റെ തീറ്റയുടെ വില വർദ്ധിപ്പിച്ചു, 30% വില വർദ്ധിച്ചു.
അപ്പോൾ ആ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എല്ലാ മേഖലയും മാറിക്കൊണ്ടിരിക്കുക. ശ്രീ ബിന്നിയമ്പറ്റി, ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വിലയിലോ കാര്യത്തിലോ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഹോട്ടൽ വിലയിൽ വർധനവ് വരുത്തുന്നു. ഇതൊക്കെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെയും വലിയ നടപടിയും പ്രക്ഷോഭവും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങുന്നതും താങ്കളടക്കമുള്ള സംഘടനകളാണ്. ഇത്തരം സംഘടിതമായ മുന്നേറ്റങ്ങളുടെ നടുവിൽ പകച്ചു നിൽക്കുന്നത് സാധാരണക്കാരാണ്. അവർക്ക് GSTയുടെ പ്രയോജനം കിട്ടുന്നില്ലാത്ത സാഹചര്യം കൂടി നിങ്ങളടക്കമുള്ളവർ ഉണ്ടാക്കുന്നില്ലേ? ഈ ഹോട്ടൽ വ്യവസായത്തിന് വേണ്ടുന്ന അവിടെ അവർക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങളുടെ വില എല്ലാ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു നിരക്കുമില്ലാതെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക. ഏത് സമയത്താണ് വില കുറയുന്നത്? എല്ലാ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചുള്ള അവരുടെ ചിലവുകൾ വർദ്ധിക്കണം. അതുകൊണ്ടാണ് അത് സ്ലാബ് അടിസ്ഥാനത്തിൽ ഒരേ വില കൊണ്ടുപോയി ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഹോട്ടൽ വ്യവസായം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അവർക്ക് വലിയ രീതിയിൽ വരുന്ന ബാധ്യതകൾ അത് ലാഭകരമായി മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു നിരക്ക് മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ആ സമയം വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം വരികയും ആ വില നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പോലും ഇടപെടുന്ന ഒരു സ്ഥിതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഷാജി, ഏതാണ്ട് GST ഈ ചെറുകിട മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇതിനെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം തീർത്തുകൊണ്ട് ഈ GSTയുടെ നിരക്കുകൾ മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ചെറുകിട മേഖലയെ രക്ഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു പ്രക്ഷോഭത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോകാനോ താങ്കളുടെ പ്രസ്ഥാനത്തിന് കഴിയുന്നില്ലല്ലോ. ഇന്ത്യയിലാകെ തന്നെ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ക്രിയാത്മകമായി ഏറ്റെടുക്കാനൊന്നും കോൺഗ്രസിന് കഴിയുന്നില്ല. ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കല്ലേ അടിയന്തരമായി ഒരു ജനകീയ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യേണ്ടത്? ഈ 2017 ജൂലൈ 1 GST കൊണ്ടുവന്നതിന് ശേഷം GSTക്കെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ചിട്ടുള്ളത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയാണ്. GSTയെ ഗബർ സിംഗ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുകയും അതിനെതിരെ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ സമയത്ത് കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്ത് BJPയുടെ സുഹൃത്ത് പറഞ്ഞു വില കുറയുന്നു, സാധനങ്ങളുടെ വില കുറയുന്നു, കേരളത്തിന് ഗുണമാണെന്ന് പറയുന്നു. കേരളത്തിന് ഗുണം വേണമെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവരണം. പെട്രോളിയത്തിൻ്റെ വില കുറഞ്ഞാൽ മാത്രമേ കൺസ്യൂമർ സ്റ്റേറ്റ് ആയ കേരളത്തിലെ സാധനങ്ങളുടെ വില കുറയുള്ളൂ. ഇവിടെ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിന് നേട്ടം വരണമെങ്കിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന് 40 രൂപ വന്നപ്പോൾ പോലും പെട്രോളിന് വില കുറയ്ക്കാത്ത നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനദ്രോഹ നയമാണ് ഇവിടെ വില കുറയാത്തത്. പിന്നെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ GSTയെ ഏകീകരിക്കുമെന്നും ഇപ്പോൾ ഈ മരുന്ന് അടക്കമുള്ള അതുപോലെ തന്നെ വളരെയധികം അവശ്യ വസ്തുക്കളെ അരി അടക്കമുള്ള അവശ്യ വസ്തുക്കളെ GSTയിൽ നിന്ന് ഒഴിവാക്കുമെന്നും കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കോൺഗ്രസ് പ്രകടനപത്രികയെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനുവേണ്ടി കോൺഗ്രസ് സമരങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ GST മൂലമുണ്ടായ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും കേരള സാമ്പത്തിക രംഗത്തും വലിയ തകർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു സംശയമില്ല. ശ്രീ സജീവ് പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശരിയല്ലേ? കാരണം മനുഷ്യന് ഉപകാരമുള്ള ഒരു സാധനത്തെയും GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നില്ല. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ സാമ്പത്തിക ഭദ്രതയെ ഏതാണ്ട് കാത്തു സൂക്ഷിക്കുന്ന ഘടകമാണ് അതിൻ്റെ ഇന്ധനവില അടക്കമുള്ള കാര്യങ്ങൾ. കാരണം ചരക്ക് നീക്കം അടക്കമുള്ളവ സുഗമമാകണമെങ്കിൽ ഇന്ധനവില ഒരു കുറവ് രേഖപ്പെടുത്തുകയും വേണം. പക്ഷെ ഒരുതരം കൊള്ള തന്നെ നടത്തിക്കൊണ്ട് സർക്കാർ ഒരു കൊള്ളയിലേക്ക് ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ എല്ലാ ഭാരവും ഇടത്തരക്കാർ അടക്കമുള്ളവർക്ക് മേലിൽ അടിച്ചേൽപ്പിക്കുകയും ഇത്തരം ആളുകളുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് സാധനം വാങ്ങാത്തത് കൊണ്ട് ചെറുകിട വ്യാപാര മേഖല ഏതാണ്ട് പൂട്ടിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിച്ചതല്ലേ? സർക്കാർ തന്നെ സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയല്ലേ ഇത്? യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പകുതിയും ടാക്സ് ആണ്. ഇപ്പം ഞാൻ 80 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ വിൽക്കുമ്പോൾ അതിൻ്റെ 40 രൂപ നികുതി ഇനത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ആ അംഗീകരിക്കുന്ന സമയത്ത് തന്നെ ആ 40 രൂപയുടെ 70% സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ 30% മാത്രമേ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ഉയർന്ന നികുതി കുറയ്ക്കാൻ സാധിക്കുന്നില്ല? കേരളത്തിലെ ആകെ വരുമാനം എന്ന് പറയുന്നത് ലോട്ടറിയും മദ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും നികുതിയും കഴിച്ചാൽ നികുതിയേതര വരുമാനങ്ങളെക്കുറിച്ച് ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു കാലങ്ങളിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. പിന്നെ ശ്രീ ഷാജി കോടങ്ങണ്ടത് പറഞ്ഞതുപോലെ ഈ GSTയെ നമ്മുടെ പാർലമെൻറ്റിൽ ബഹുമാനനായ ഇനിയും ഭാവി പ്രധാനമന്ത്രി ആയ ശ്രീ രാഹുൽ ഗാന്ധി ഗബ്ബർ സിംഗ് ടാക്സ് എന്നാണ് വിശേഷിപ്പിച്ചത്.
പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിക്കായിരുന്നു. ഏറ്റവും കൂടുതൽ ചെറുകിട മേഖലയുള്ള UP പോലെയുള്ള, അല്ലെങ്കിൽ ഹിമാചൽ പോലെയുള്ള, ആന്ധ്രാപ്രദേശ് പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക ഡൽഹി പോലെയുള്ള ഒരുവിധം സംസ്ഥാനങ്ങളിലെല്ലാം ചെറുകിട ഉൽപ്പാദകർ മൊത്തമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അവരുടെ കുടുംബമടക്കം വോട്ട് ചെയ്തതുകൊണ്ടാണ് ആ മേഖലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉയർന്നു വരാൻ സാധിച്ചത്. ജലന്ധറോ അല്ലെങ്കിൽ ആഗ്രയോ ലുധിയാനയോ പോലെയുള്ള സ്ഥലങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയത്തിലേക്ക് കടന്നു കയറിയത്. ശ്രീ സജീവ്, അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആളുകൾ പണമില്ലാതെ അല്ലെങ്കിൽ പണം പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയും അവിടെ ഒരു ചെറുകിട വ്യാപാരി, ചെറുകിട വ്യവസായി, ഇത്തരം ആളുകളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഒരു ചെറുകിട വ്യാപാര മേഖലയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളടക്കം പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് ഈ GST കൊള്ള കൊണ്ട്. GST സംവിധാനം വന്നതിന് ശേഷം, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ GST വന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിന് കോഴിയിറച്ചി എന്ന വിഷയം പറഞ്ഞല്ലോ, അതന്നെ നമുക്ക് എടുത്തെടുക്കാം. കോഴിയിറച്ചിയിൽ നികുതി ഇളവ് അനുവദിച്ചപ്പോൾ നികുതി പരിപൂർണ്ണമായി എടുത്തു കളഞ്ഞ കാലഘട്ടങ്ങളിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീമാൻ തോമസ് ഐസക് അദ്ദേഹം പറഞ്ഞു 84 രൂപയ്ക്ക് ഒരു കിലോ കോഴി നിങ്ങൾക്ക് വിൽക്കാൻ ഇവിടെ സാധിക്കണം. പക്ഷേ വില നിയന്ത്രണത്തിന്, വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പരിപൂർണമായി പരാജയപ്പെടുമ്പോൾ ആ പരാജയങ്ങളെ GSTയുടെ മേലെ രാഷ്ട്രീയപരമായി വെച്ച് കെട്ടുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ GSTയുടെ മൂലമല്ല ഇവിടുത്തെ പല ഉൽപ്പാദന മേഖലകളും പൂട്ടിപ്പോകുന്നത്. ചെങ്കൊടി കുത്തുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ പറയുമ്പോൾ, അപ്പോൾ എല്ലാം ഭരണപരാജയങ്ങളെയും GST എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മൂടിക്കെട്ടി ഇവിടുത്തെ ജനങ്ങളെ ഒരു ബീബൽസിയൻ നുണകൾ പോലെ ജനങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാതിരാത്രിക്ക് കൊണ്ടുവന്ന ഒരു നയം, ഒരു നികുതി നയമാണ് GST. ഒരു ഇരുട്ടടി പോലെ അത് കേരളത്തിൻ്റെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലകളിലും അതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തിലും ഒരു കരിനിഴൽ പകർത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണവും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. പ്രളയമടക്കമുള്ള മറ്റ് പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഷെക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്. നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ 28 ഞായറാഴ്ച ഷെക്കീന ടെലിവിഷൻ പരീക്ഷണ സംപ്രേക്ഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് 15 മുതൽ ഷെക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും മടങ്ങി വരാം. ശ്രീ ബിന്നി ഇമ്മട്ടി, നോട്ട് നിരോധനം ഏതാണ്ട് 2ാം വർഷത്തിലേക്ക് കടക്കുന്നു. വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പ്രഖ്യാപനം, രാത്രിയിൽ വന്ന ഒരു പ്രഖ്യാപനം. ആരും അറിഞ്ഞില്ല, ആരും പ്രതീക്ഷിച്ചില്ല. ഏതാണ്ട് വലിയ ഒരു കാര്യം ചെയ്യുന്നു എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ അക്കാര്യത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം തടയിടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം. പക്ഷേ ഏതാണ്ട് 99% നോട്ടും തിരികെ വന്നു എന്ന് പിന്നീട് കണക്കുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇത് എപ്രകാരം ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ ബാധിച്ചു? ഇന്ത്യയിലെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ ആദ്യം ബാധിച്ചത് നോട്ട് നിരോധനമാണ്. ജനങ്ങൾ സത്യത്തിൽ അവരിട്ടിരുന്ന നോട്ടിന് വിലയില്ലാതെ വരികയും പുതിയ നോട്ടുകൾ കിട്ടുന്നതിന് വേണ്ടി ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിൽക്കുകയും ഒരു ദിവസം ഇത്ര നോട്ട് എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എണ്ണം തന്നെ വലുതായിരുന്നു. ആ വലിയ ഒരു ഭീകരതയിൽ നിന്നും ഒന്നും മോചനം കിട്ടി വരുമ്പോഴാണ് അടുത്ത GST നിലവിൽ വന്നത്. അതോടുകൂടി നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു, വ്യവസായ മേഖലകൾ സ്തംഭിച്ചു, വ്യാപാരം സ്തംഭിച്ചു. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കണക്കുകളാണ്, ഇതൊന്നും രാഷ്ട്രീയമല്ല. ആ കണക്കുകളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വികസനത്തെ പുറകോട്ടടിച്ച നയങ്ങളെന്ന് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പുറത്തുള്ള രാഷ്ട്രങ്ങൾ പോലും വിമർശിച്ച സ്ഥിതി ഉണ്ടായിട്ടുണ്ട്.
അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കാൻ സാധിച്ചു. ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഇതുവരെ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമ്പന്നർ സമ്പന്നരായിരിക്കുകയും ദരിദ്രർ ദരിദ്രരാകുന്നു ചെയ്യുന്നൊരു സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഏതാണ്ട് 15ഓളം വരുന്ന വലിയ ധനികരുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ബഡ്ജറ്റുകൾ പോലും പ്രഖ്യാപിക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ ഓരോ ബഡ്ജറ്റിലും കാര്യമായ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ബാങ്കുകളുടെ പതനം, എത്ര ബാങ്കുകളാണ് പതന രീതിയിലേക്ക് മുന്നോട്ട് പോയത്. IDBI ബാങ്ക് വലിയ രീതിയിൽ കിട്ടാക്കടമായി വന്നു. ആ ബാങ്കിനെ നിലനിർത്തുന്നതിന് വേണ്ടി LICയെ കൊണ്ട് ആ ബാങ്കിനെ 56% ഷെയർ എടുപ്പിച്ചു. അതേപോലെ ഈ ബഡ്ജറ്റിൽ 7000 കോടി രൂപയാണ് ബാങ്കുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. കിട്ടാക്കടം വഴി ബാങ്കുകൾ തകരാതിരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നത്. ശ്രീ ബിന്നി ഇമ്മട്ടി, ആ നോട്ട് നിരോധനത്തിന്റെ ദിവസങ്ങളൊന്ന് ഓർത്തെടുത്താൽ എത്രത്തോളം വ്യാപാര ദിവസങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര കോടിയുടെ ഒരു നഷ്ടം വ്യാപാര മേഖലയ്ക്കുണ്ടായി, ആ തകർച്ചയിൽ നിന്ന് കരകയറാൻ എന്തെങ്കിലും സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നോ? ഒരു ഗവൺമെൻറ്റും, കേന്ദ്രമായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും ഒരു രൂപ പോലും ഇതിനു വേണ്ടി വ്യാപാര വ്യവസായ മേഖലയ്ക്ക് ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്ന ദുഃഖകരമായ കാര്യമാണ്. ഏതാണ്ട് 3 മാസക്കാലം വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു വെച്ചതല്ലാതെ ഒരു രൂപ പോലും മാർക്കറ്റിൽ വരാതെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും മേഖലകളിൽ, റിയൽ എസ്റ്റേറ്റ് മേഖലകൾ തന്നെ ഏതെങ്കിലും സജീവമായാൽ മാത്രമേ നിർമ്മാണ മേഖല സജീവമായുള്ളൂ. നിർമ്മാണ മേഖല സജീവമായാൽ മാത്രമേ തൊഴിലാളി മേഖല സജീവമാവുള്ളൂ. തൊഴിലാളി മേഖല സജീവമായാൽ മാത്രമേ വ്യാപാര മേഖലയിൽ വ്യാപാരം നടക്കുള്ളൂ. വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ തുറന്നു വയ്ക്കുക എന്നല്ലാതെ അത് വിറ്റഴിക്കപ്പെട്ടാൽ മാത്രമേ ലാഭമായി മാറുകയുള്ളൂ. അതുകൊണ്ട് അതിനെല്ലാം വലിയ രീതിയിൽ തിരിച്ചടിയാണ് നോട്ട് റദ്ദാക്കൽ മൂലം ഉണ്ടായത്. ഏത് രീതിയിൽ ഒരു മറികടക്കലിന് വേണ്ടി പേടിഎം പോലെയുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റിലേക്കൊക്കെ മാറുന്ന, ക്യാഷ്ലെസ് സമ്പ്രദായത്തിലേക്കൊക്കെ മാറുന്ന രീതിയിലേക്ക് അതിനുവേണ്ടിയുള്ള പ്രചരണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നല്ലോ. ഇത്തരം മാർഗങ്ങളിലൂടെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ പാടില്ലായിരുന്നു. തികച്ചും പണം തന്നെ ക്രയവിക്രയം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടായെങ്കിലേ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്നായിരുന്നോ? അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചിരുന്നത്. ഇന്ത്യ പോലുള്ള മഹാനഗരത്തിൽ എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് പോലും ഇപ്പോഴും പോലും കേന്ദ്ര ഗവൺമെൻറ് അറിയില്ല. എത്ര പേരാണ് നോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ വഴി നടക്കുന്നത് എന്ന് പോലും അറിയില്ല. പല സ്ഥലങ്ങളിലും, ഗുജറാത്തും UPയും പോലുള്ള സ്ഥലങ്ങളിൽ പോയാൽ എന്താണ് നോട്ട് നിരോധനം, എന്താണ് ക്യാഷ്ലെസ് നോട്ട് നിരോധനം എന്നൊന്നും ഒരു കാര്യം പോലും അറിയാത്ത കർഷകരും പാവപ്പെട്ടവരും ആ മേഖലയിലുള്ളവരൊക്കെ വളരെ കുറച്ച് ആളുകളെ മാത്രമാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. ഇത് നോട്ട് നിരോധനമല്ല, ഈ ക്യാഷ്ലെസ് നോട്ടിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പോലും പൂർണ്ണമായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. USA പോലും അതാണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്. അത് തന്നെ വലിയ പരാജയമായിരുന്നു. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോഴും ശ്രീ ഷാജി കോടങ്കണ്ടത്ത്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആ നാളുകളിൽ, ഇപ്പോൾ 2 വർഷം ആവുന്നു, ആ നാളുകളിൽ ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. താങ്കൾ അടക്കമുള്ള ആളുകൾ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി പോകാൻ പറ്റുന്നില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ നാളുകളിൽ ഈ പ്രതിസന്ധി എത്രത്തോളം ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ബാധിച്ചിരുന്നു എന്നാണ് താങ്കൾ കണക്കാക്കുന്നത്? 8/11/2016 അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലുള്ള 86% കൈകാര്യം ചെയ്യുന്ന നോട്ടാണ് നിരോധിക്കുന്നത്. ഇന്ത്യയിലെ എക്കണോമിയുടെ 86% ഈ നോട്ടുകൾ ക്രയവിക്രയം ചെയ്തിരുന്ന നോട്ട് ഒരു സുപ്രഭാതത്തിൽ നിരോധിക്കുമ്പോൾ ഇന്ത്യൻ എക്കണോമിക്ക് വരുന്ന തകർച്ച നിസ്സാരമല്ല. ആ തകർച്ചയുടെ കാഴ്ചയാണ് ബാങ്കിൻ്റെ മുന്നിൽ ക്യൂ ആയി നിൽക്കുന്നതും ആളുകൾ കല്യാണത്തിനും മരണാവശ്യത്തിന് പോലും പൈസ ഇല്ലാതെ നെട്ടോട്ടം ഓടുന്ന കേരളം തന്നെയല്ല, ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ നെട്ടോട്ടം ഓടുന്ന കാര്യം നമുക്ക് കണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിമുഖീകരിച്ച് പറഞ്ഞത് എന്താണ്? ഈ നോട്ട് നിരോധിച്ചതുകൊണ്ട് 6 മാസം കൊണ്ട് ഞാൻ ഇന്ത്യയെ സ്വർഗമാക്കുന്നു, അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാനാണ് ആ പ്രധാനമന്ത്രി പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. നോട്ട് നിരോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കള്ളപ്പണം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയിലെ തീവ്രവാദികൾ ഈ നോട്ട് ഉപയോഗിച്ചിട്ടാണ് തീവ്രവാദ പ്രവർത്തനം നടത്തണമെന്നും നോട്ട് നിരോധിച്ച തീവ്രവാദ പ്രവർത്തനം നിർത്തുമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ കള്ള നോട്ട് അടിക്കുന്നത് നിർത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ 3 കാരണത്തിനാണ് അദ്ദേഹം ഇന്ത്യയിലെ 86% സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ട്
നോട്ട് ഒരു സുപ്രഭാതത്തിൽ നിരോധിച്ചത്. അത് നിരോധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, BJP നേതാക്കൾ നമ്മളോട് പറഞ്ഞത് എന്താ, പെട്രോളിയത്തിൻ്റെ വില 50 രൂപയായി കുറയും, ഇതിൽ പകുതി കാശ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. ഈ റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം 15.41 ലക്ഷം കോടി നോട്ടാണ് അവർ ഇറക്കിയിരുന്നത്. ആ നിരോധിച്ച ആ നോട്ടിൽ തിരിച്ചു വന്നത് 15.31 ലക്ഷം കോടി നോട്ട് തിരിച്ചു വന്നു. അതായത് 99.30% നോട്ട് തിരിച്ചു വന്നു. അപ്പോൾ എവിടെയാണ് ഈ കള്ളപ്പണം പോയത്? എവിടെയാണ് വ്യാജ നോട്ട് നിരോധിക്കാൻ പറ്റിയത്? അതിനുശേഷം നമ്മൾ കണ്ടു പുൽവാല അടക്കമുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദി ആക്രമണം നിരോധിക്കാൻ പറ്റിയോ? പറ്റിയില്ല. കള്ളനോട്ടടിയെ കുറിച്ച് പറയുമ്പോൾ മതിലകത്ത് പോലും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ നോട്ടടിക്കുന്ന സംഭവം പേപ്പറിൽ കണ്ടതാ. അപ്പം ഇന്ന് വരെ പേപ്പറിൽ കള്ളനോട്ടടി പിടിച്ചത് കാണുന്നു. അപ്പോൾ പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ജനങ്ങൾ ജയിപ്പിച്ചെടുത്ത പ്രധാനമന്ത്രി ഇന്ത്യൻ ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്തത്? ശ്രീ കെ സജിത്ത്, ഏതാണ്ട് അർദ്ധരാത്രിയിൽ കൊണ്ടുവന്ന ഇരുട്ടടി പോലെ വന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് GST, അതുപോലെ മറ്റൊന്ന് നോട്ട് നിരോധനം. ഇത് രണ്ടും രാത്രിയിലാണ് നടത്തിയത്. ഇരുട്ടടിയായിരുന്നു എന്ന് പിന്നീട് കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ മേഖലകളുടെ തകർച്ചയെക്കുറിച്ച് അവർ ഇപ്പോഴും ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ഇരുട്ടടിയെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും BJPക്ക്? ആദ്യം തന്നെ നമ്മുടെ രാഷ്ട്രത്തെ കാർന്നു തിന്നാൻ പോകുന്ന കഴിവുള്ള, അല്ലെങ്കിൽ അത്രയധികം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമാന്തര എക്കോണമി അല്ലെങ്കിൽ ഒരു കള്ളപ്പണ മേഖലയെ പരിപൂർണമായും തകർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ നമുക്കതിനെ പറയാൻ സാധിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറിനെ പരിപൂർണമായി നീക്കം ചെയ്യുക, പരിപൂർണമായി നമ്മുടെ രാഷ്ട്രത്തിലെ സമാന്തര എക്കോണമിയെ, സാമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്ത് കളയുക, രാഷ്ട്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കള്ളപ്പണ മേഖലയെ പരിപൂർണമായി തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നോട്ട് നിരോധനം എന്ന് പറയുന്ന വസ്തുത നമ്മുടെ നാട്ടിൽ വന്നത്. ആ വന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമുക്കൊരു പെട്ടെന്നൊരു ഓപ്പറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ 1, 2, 3 അല്ലെങ്കിൽ ഒരു ആഴ്ചയോ 2 ആഴ്ചയോ നമുക്ക് അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സജിത്ത്, പക്ഷേ 1, 2, 3 ആഴ്ചയല്ല, ആളുകൾ ബാങ്കുകൾക്ക് മുമ്പിൽ ക്യൂ നിന്നു, ആളുകൾ മറ്റ് മാർഗങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടി. പക്ഷേ 99% നോട്ടുകളും തിരികെ വന്നു എന്ന് പറഞ്ഞത് റിസർവ് ബാങ്കാണ്. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം? സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കി, ചെറുകിട വ്യാപാര വ്യവസായ മേഖലകൾക്ക് തകർച്ചയുണ്ടാക്കി, നിർമ്മാണ മേഖല സ്തംഭിച്ചു. ഇതിനപ്പുറത്തേക്ക് ഏത് ഭീകരവാദിക്കാണ് നോട്ട് നിരോധനം കൊണ്ട് പ്രശ്നമുണ്ടായത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിസർവ് ബാങ്ക് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇവിടത്തെ ഉയർന്നു വരുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില ഏജൻസികളോ ഉയർത്തിവിടുന്ന ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിൽ തന്നിരിക്കെ അതിനു മുമ്പത്തെ കാലഘട്ടങ്ങൾ വരെ കാശ്മീർ അടക്കമുള്ള മേഖലകളിൽ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ രാഷ്ട്രത്തിന്റെ സംരക്ഷകരായ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന് നേരെ എത്രയധികം ആക്രമണങ്ങൾ അവിടെ നടത്തിവിട്ടിട്ടുണ്ട്. ഇന്ത്യ പട്ടാളത്തെ കാണുമ്പോൾ കല്ലെറിയുന്നൊരു സ്ഥിതി അവിടെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഇന്ത്യൻ പട്ടാളം പ്രതികരിക്കുമ്പോൾ ഈ മനുഷ്യാവകാശ സംഘടന അടക്കമുള്ള സംഘടനകൾ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ ഇന്ത്യയെ പട്ടാളത്തെ ആക്രമിക്കുന്ന തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ പോലും ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, പുൽവാമ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, പുൽവാമ അടക്കമുള്ള തീർച്ചയായിട്ടും മാറ്റേണ്ട അല്ലെങ്കിൽ ഒരു കാരണവശാൽ തടയേണ്ട ഒരു വിഷയമായിരുന്നെങ്കിൽ പോലും തീവ്രവാദത്തിന് ഒരു പരിധി വരെ തടയിടാൻ നമുക്ക് ഈ നോട്ട് നിരോധനം എന്ന് പറയുന്ന വസ്തുത കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ തീവ്രവാദ മേഖലയെ വളരെയധികം അടിച്ചു താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ മാസം ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. 28 വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ ആലോചിക്കേണ്ട 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബന്ദില്ലാതെ ഒരു ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് അവിടെ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. അതുവരെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി കാശ്മീർ സന്ദർശിക്കാൻ വന്നാൽ വിഘടനവാദികളും തീവ്രവാദികളും ഉടനടി അവിടെ ഹർത്താലും ബന്ധുമടക്കമുള്ള സമരപരിപാടികൾ വെച്ചിരുന്നു. എന്തേ ഇപ്പോൾ അവർ സമരപരിപാടികൾ വെക്കാത്തത്? തീവ്രവാദികൾ പറ്റാഞ്ഞിട്ടാണ് അവർ ഇരു കരങ്ങളും ഭാരതത്തിന്റെ ശക്തമായ ഭരണകൂടം പിടിച്ചു കെട്ടിയിരിക്കുന്നു. അപ്പോ ഈ ശ്രീ കെ സജിത്ത്, അപ്പോ ഈ പണം ഉപയോഗിച്ച് ആളുകൾക്ക് പണം വിതരണം നടത്തിയിട്ടാണോ അവർ ഹർത്താലും ബന്ധുവൊക്കെ ആഹ്വാനം ചെയ്തിരുന്നതാണോ? തീർച്ചയായിട്ടും നമ്മുടെ പണം കൊടുക്കുന്നത് കൊണ്ട് പണം മേടിച്ചിട്ട് ആളുകൾ 2 കല്ല് റോഡിൽ ഉരുട്ടി വെക്കുന്നതിനെയാണോ ഹർത്താലായി അവിടെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ജമ്മു കാശ്മീരിലെ
കാശ്മീരിലെ യുവാക്കളെ ഒരു ദിവസം 1000 രൂപ കൂലിക്ക് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ കല്ലെറിയാൻ ജോലിക്ക് നിർത്തിയിരുന്നു എന്നുള്ളത് ആജ് തക്ക് പോലെയുള്ള അല്ലെങ്കിൽ റിപ്പബ്ലിക് TV പോലെയുള്ള വൻകിട ചാനലുകൾ അവരുടെ എന്താ പറയുക അവരുടെ ഒളിക്യാമറ രീതിയിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുള്ള സത്യമാണത്. ആ വ്യക്തമായിട്ട് അവർ കാണിച്ചു തന്നിരിക്കുന്നു. കാശ്മീരിലെ യുവാക്കളെ ഇന്ത്യൻ പട്ടാളത്തിന് നേരെ തിരിച്ചു വരുന്നത് അവർ ദിവസം മിനിമം 500-1000 രൂപ കൂലി കൊടുത്തുകൊണ്ട് ഇന്ത്യൻ പട്ടാളത്തിന് നേരെ കല്ലെറിയാൻ തൊഴിലിന് വിളിക്കുകയാണ്. ആ സമ്പ്രദായം ഇല്ലാതായി പോയില്ലേ? ആ തീവ്രവാദികളിലേക്ക് സോഴ്സ് ഓഫ് ഇൻകം തീവ്രവാദികളിലേക്ക് വരുന്ന ആ ഫണ്ടിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 90-80% വരെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശ്രീ സജിത്ത് അപ്പൊ പറയുന്നത് ഈ തീവ്രവാദികളടക്കം ഈ പണം മുഴുവൻ കൊണ്ടുവന്ന് ബാങ്കിലൂടെ ആ റിസർവ് ബാങ്കിലേക്ക് തിരികെ കൊടുത്തു എന്നാണോ? അല്ലെങ്കിൽ 99% ഇങ്ങോട്ട് തിരികെ വരുമായിരുന്നോ? 99% തിരിച്ചു വന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായിട്ടൊരു കണക്കല്ല. ഒരിക്കൽ പോലും ഇന്ത്യൻ റിസർവ് ബാങ്ക് ഒരു പത്രക്കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ റിസർവ് ഗവർണർ ഒരു പത്രസമ്മേളനത്തിലൂടെയോ വ്യക്തമായിട്ട് ഇതിനൊരു മറുപടി നൽകിയിട്ടില്ല. ഔദ്യോഗികമായിട്ട് ഇനിയും നൽകിയിട്ടില്ല. ഇന്ന് തന്നെ ഏകദേശം ഒരു 4 ദിവസം മുമ്പ് മലപ്പുറത്ത് നിന്ന് ഏകദേശം 3 കോടി രൂപ നിരോധിച്ച നോട്ടുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ നാട്ടിൽ നിരോധിച്ച നോട്ടുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നിരോധിച്ച നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ ഷാജി, ഈ സജിത്ത് പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ? ആ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കഴിയുന്ന രീതിയിലേക്ക് നോട്ട് നിരോധനം മാറിയോ? അതുപോലെ തന്നെ ആ നോട്ട് നിരോധനത്തിന്റെ രാഷ്ട്രീയ നേട്ടം BJPക്ക് കൊണ്ടുപോകുവാൻ കഴിഞ്ഞോ? നോട്ട് നിരോധനത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം BJPക്ക് കിട്ടിയിട്ടില്ല. നോട്ട് നിരോധനത്തിന് ശേഷമാണ് ഭാരതത്തിൽ തീവ്രവാദി ആക്രമണങ്ങൾ കൂടിയത്. പിന്നെ തീവ്രവാദി ആക്രമണം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലുള്ള തീവ്രവാദികളുടെ ആക്രമണത്തെ ഇവർക്ക് യാതൊരു രീതിയിൽ ഫലപ്രദമായി ചെറുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവർ ആകെ കൂടി ചെയ്തത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ബർത്ത്ഡേക്ക് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയ ഒരു സംഗതി ഒഴിച്ച് വേറെ ഒരു പ്രത്യേകിച്ചൊരു നേട്ടവും ഭാരതത്തിന് ഉണ്ടായിട്ടില്ല ഈ BJPയുടെ ഭരണം കൊണ്ട്. ഇവിടെ നോട്ട് നിരോധിച്ചുകൊണ്ടാണ് തീവ്രവാദി ആക്രമണം നടക്കാത്തതെന്ന് പറഞ്ഞ് വളരെ വിചിത്രമായ ഒരു കാഴ്ചപ്പാടാണ്. ഭാരതത്തിൽ നോട്ട് നിരോധനത്തിന് ശേഷം ഒരുപാട് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദി ആക്രമണം ഉണ്ടായത്. ഏറ്റവും കൂടുതൽ സോൾജിയേഴ്സ് മരിച്ചത് കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്. തീവ്രവാദി ആക്രമണത്തെ ഫലപ്രദമായി ചെറുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, ഒരു സംശയമില്ല. പിന്നെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് മൻമോഹൻ സിംഗ് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ 3 വാക്കുകളുണ്ട്. ഇത് മോണിമെന്റൽ മിസ്മാനേജ്മെന്റും ഇത് ലീഗൽ ആയിട്ടുള്ള ലൂട്ടുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇത് പകൽ കൊള്ളയാണെന്നാ പറഞ്ഞത്. പക്ഷേ ഷാജി, അത്തരം പകൽക്കൊള്ളകൾ ആവർത്തിക്കട്ടെ. പകൽക്കൊള്ളകളുടെ പേരിൽ BJPക്ക് അധികാരമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിനൊട്ട് കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ സാധാരണക്കാർക്ക് ഈ നോട്ട് നിരോധനം കൊണ്ട് പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ, സാധാരണക്കാരുടെ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ, ആ സാധാരണക്കാരുടെ പ്രതിസന്ധി എന്തേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല? അതായത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതിലേക്കാണ്. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് മുദ്രാവാക്യം നോട്ട് നിരോധനമോ GST അല്ല. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് മുൻനിർത്തിയത് ഒന്ന് വർഗീയതയും ഒന്ന് കപട ദേശീയതയുമാണ് മുൻനിർത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാകിസ്ഥാനിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് 3 ബോംബിട്ടപ്പോൾ അതാണ് ദേശീയത എന്ന് പറഞ്ഞ് BJP മാർക്കറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, പാകിസ്ഥാനെ ഇന്ത്യയുടെ സുരക്ഷിത മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാനെ 2 കഷ്ണമാക്കി ബംഗ്ലാദേശായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയക്കാർ അവിടെ പറയുന്നത് രാഷ്ട്രീയ നേട്ടത്തിന്റെ കാര്യങ്ങളിലേക്ക് മറ്റും പോകുന്നു. പക്ഷെ നമ്മളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം സാധാരണക്കാരന് നേരിട്ട ബുദ്ധിമുട്ട്, അതുപോലെ ചെറുകിട വ്യാപാര വ്യവസായ മേഖല തകരുന്നതിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വരുന്ന വലിയ പ്രശ്നം. ഇവിടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഗൾഫ് മേഖലയിൽ നിന്നൊക്കെ വലിയ തോതിൽ ആളുകൾ തിരിച്ചു പോരുവാൻ നിർബന്ധിതരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഏതാണ്ട് അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ എന്ന മുദ്രാവാക്യം മുമ്പോട്ട് വെക്കുന്ന ആളുകളാണ് ഭരണത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് മലയാളി സമൂഹമാണ്. ഇപ്പോഴും ഈ നോട്ട് നിരോധനത്തിൻ്റെയും GSTയുടെയും ഒക്കെ ആ പ്രതിസന്ധികൾക്കുള്ളിൽ ഇവിടുത്തെ ഈ ചെറുകിട വ്യാപാര വ്യവസായ മേഖല കുടുങ്ങിക്കിടക്കുമ്പോൾ തിരിച്ചു വരുന്ന ആ പ്രവാസികളെ കൂടി ഉൾക്കൊള്ളാൻ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് കഴിയുമോ? ഇപ്പോൾ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൂടുതലായി ഉന്നയിച്ചൊരു കാര്യം ഇന്ത്യയിലെ തൊഴിലില്ലായ്മയാണ്. ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മൾ പ്രതികരിക്കുന്നത്.
വിദേശങ്ങളിൽ നിന്ന് UAE എന്നൊക്കെ പറയുന്ന രീതിയിൽ ദിവസങ്ങളായി ആളുകൾ അവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരാം. ഇവർക്കൊന്നും ഒരു തൊഴിലല്ല, ഒരു വരുമാനമില്ല, ഒരു വ്യാപാരം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഈ പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുക, സാമ്പത്തിക പ്രതിസന്ധി. അതുമാത്രമല്ല, എന്തെങ്കിലും വ്യാപാരം തുടങ്ങാമെന്ന് വെച്ചാൽ ഇനി അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അന്ന് മോദി സർക്കാർ നമ്മളൊന്ന് അരുൾ ജെയ്റ്റ്ലിരിക്കുമ്പോൾ വ്യാപാരി വ്യവസായ സമിതി അദ്ദേഹത്തെ കണ്ട് നിവേദനം നൽകി, ഓൺലൈൻ വ്യാപാരം നടത്തണം. അതുപോലെ റീറ്റെയിൽ വ്യാപാര മേഖലയിലെ കുത്തകകളെ വാൾമാർട്ടും അതേപോലെ ആമസോണും പോലെയുള്ള കമ്പനികളെ ഒരു കാരണവശാലും കൊണ്ടുവരാൻ അനുവദിക്കരുത്. അന്ന് അത് പ്രഖ്യാപനം കൊടുത്തത് കഴിഞ്ഞതിന് ശേഷം എത്തുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട അരുൾ ജെയ്റ്റ്ലി അന്നത്തെ ധനകാര്യമന്ത്രി അതിന് അനുവാദം നൽകിയത്. ഇന്ന് എന്താണ് സ്ഥിതി കേരളത്തിൻ്റെ? ഇന്ത്യയുടെ സ്ഥിതി എന്താ? ഓൺലൈൻ വഴി കേരളത്തിലെ വരുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും 50% സെയില് നടക്കുന്ന ഇന്ന് ഓൺലൈൻ വഴിയാണ്. അതിൻ്റെ ലാഭം ആർക്കാണ് പോണത്? വാൾമാർട്ടിനും ആമസോണും പോലെയുള്ള ഫ്ലിപ്കാർട്ടും പോലെയുള്ള കമ്പനികൾക്ക് പണം ലഭിക്കുകയും അതിൻ്റെയൊക്കെ നികുതി എവിടെയാണ് ഇവർ കൊടുക്കുന്നത് എന്ന് പോലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും അറിയില്ല. ശ്രീ ബെന്നി എമ്മട്ടി, അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പർച്ചേസ് നടത്തുന്നത് അത്തരം സാധ്യതകൾ, ഒന്ന് ആ ഉൽപ്പന്നത്തിൻ്റെ മികവാവാം, അതിൻ്റെ വിലക്കുറവാകാം, മറ്റു കാര്യങ്ങളാവാം. ഇത്തരം സാഹചര്യങ്ങളുണ്ട്. അതിനെ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ ഒക്കില്ല. പക്ഷേ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മളും മാറുകയില്ലേ? ചെറുകിട വ്യാപാര വ്യവസായ മേഖലകൾ ആ രീതിയിലേക്ക് മാറുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ചെറുകിട വ്യാപാര മേഖല ആ രീതിയിലേക്ക് മാറണമെങ്കിൽ അടിസ്ഥാനപരമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അതിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണം. GST വന്നതോടുകൂടി ചെറുകിട വ്യാപാര മേഖലയിൽ 50 ലക്ഷം വരെയുള്ള അതിൻ്റെ സബ്സിഡി പോലും എടുത്തു കളഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികളുമായി കേരളത്തിലെ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ മത്സരിക്കാൻ സാധിക്കുക? പോരാത്ത റിലയൻസ് പോലെയുള്ള കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ വലിയ രീതിയിൽ സംഭരിച്ചുകൊണ്ട് അത് മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുകയാണ്. നമ്മുടെ മുമ്പിലുണ്ടല്ല മൊബൈലുമായി ബന്ധപ്പെട്ട് മൊബൈലിൻ്റെ ആദ്യത്തെ സ്ഥിതി എന്തായിരുന്നു? ഇന്നത്തെ എന്തായിരുന്നു മൊബൈൽ കമ്പനികളുടെ സ്ഥിതി? പല കമ്പനികളും പൂട്ടിപ്പോയി. വളരെ 1-2 കമ്പനികളായി പല കമ്പനികളിൽ ലയിച്ച് നിലനിൽക്കുന്ന സ്ഥിതിയാണ്. ഇത് തന്നെയാണ് ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബെന്നി ഇമ്മട്ടി, ഇതിനൊരു പ്രായോഗികമായ ഒരു മറികടക്കലില്ലേ? എങ്ങനെ മറികടക്കാൻ പറ്റും? എന്താണ് അടിസ്ഥാനപരമായി ഏറ്റവും ആദ്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ചെയ്യേണ്ടത്? അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എവിടെയാണ്? അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ₹1 പോലും എടുക്കാനില്ലാത്ത അനേകം കുടുംബങ്ങളുടെ ഒരു വലിയ കൂട്ടമായി കേരളം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിന് അടിസ്ഥാനപരമായി ഏത് രീതിയിൽ മറികടക്കാൻ കഴിയും? അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വ്യവസായങ്ങളും വ്യാപാരവും വളരുന്നതിന് വേണ്ടി സബ്സിഡി ആയാലും ഇല്ലെങ്കിൽ അവർക്ക് പ്രായോഗികമായി കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉണ്ടാക്കുവാനും അത് വിൽപ്പന നടത്തുവാനും അതുമൂലം ഇവിടുത്തെ മാർക്കറ്റ് പിടിച്ചു നിർത്തുവാനും വേണ്ട സാഹചര്യം ഒരുക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത്. ഇതിന് 2 ഗവൺമെൻറ്റുകളും ചെയ്യാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിൽ പോയാൽ കർഷക ആത്മഹത്യ പോലെ തന്നെ വ്യാപാര വ്യവസായ മേഖലയിൽ ആത്മഹത്യകൾ പെരുകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ അത്യാവശ്യമാണ്. ഈ കാര്യത്തിൽ കേന്ദ്രം ഇടപെട്ടാൽ തന്നെ ചില വിഷയങ്ങളിൽ അത് പരിഹരിക്കാൻ പറ്റും. പക്ഷേ കേന്ദ്രം ഇടപെടുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഇടപെടുന്നില്ല. സാമ്പത്തിക സഹായങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12,777 പേര് വ്യാപാര ക്ഷേമ ബോർഡിൽ അംഗങ്ങളായവരുടെ ലിസ്റ്റ് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതുവരെ ഒരു പൈസ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള ഫണ്ട് വന്നിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് വ്യാപാരികളുടെ നഷ്ടം കൊടുക്കാനുള്ള നിയമം നമ്മുടെ സംസ്ഥാനത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി ഇതിലുണ്ട്. ഏതായാലും GSTയും നോട്ട് നിരോധനവും വലിയ പ്രതിസന്ധി തന്നെയാണ് കേരളത്തിൻ്റെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിലും അതുപോലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിൽ തർക്കമൊന്നുമില്ല. കേരളം കണ്ട മഹാപ്രളയത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷെക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്. നന്മയുടെ നേർക്കാഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീതിയുടെ നിർവചനങ്ങളുമായി ഏപ്രിൽ 28 ഞായറാഴ്ച ഷെക്കീന ടെലിവിഷൻ പരീക്ഷണ സംപ്രേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകളും വിജ്ഞാനവും വിനോദവും സമന്വയിപ്പിച്ച് മുഴുവൻ സമയ പ്രോഗ്രാമുകളുമായി ഓഗസ്റ്റ് 15 മുതൽ ഷെക്കീന ടെലിവിഷൻ ജനമനസ്സുകളിലേക്ക്.
ചർച്ചയിലേക്ക് വീണ്ടും നമ്മൾ കടക്കുകയാണ്. ശ്രീ ഷാജി, കേരളം ഒരു വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചു. പ്രളയത്തിന് ഏതാണ്ട് ഒരു വയസ്സാവുന്നു. വലിയ സാമ്പത്തിക തകർച്ചയുടെ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് കൂനിമേൽ കുരുവെന്ന പോലെ ഒരു വലിയ പ്രളയം എത്തുന്നത്. ഈ വലിയ പ്രളയം വലിയ തോതിൽ കേരളത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോയത്? മറികടക്കാൻ കേരളം ഒത്തൊരുമിച്ച് മുന്നേറാൻ സാധിച്ചോ? അതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞോ? അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം സാമ്പത്തിക മേഖലയിൽ ഉണ്ടായോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോട്ട് നിരോധനവും GSTയും കഴിഞ്ഞപ്പോൾ ആ സാമ്പത്തിക രംഗം തകർന്നു നിൽക്കുന്ന സമയത്താണ് കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ പ്രളയത്തിൽ കേരളത്തെ മുക്കുന്നത്. കേരളത്തിലെ ഡാമുകളെല്ലാം തന്നെ ഡാം മാനേജ്മെൻറ്റിൻ്റെ ഒരു ABCD പോലും അറിയാത്ത ഒരു സർക്കാരിൻ്റെ ഒരു തെറ്റായ നയത്തിൻ്റെ ഭാഗമായിട്ട് ആ വെള്ളം കൃത്യമായി മാനേജ് ചെയ്യാതെ ആ ഡാമുകൾ തുറന്നു വിട്ടതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ പ്രളയം വന്നത്. ഈ പ്രളയം വന്നപ്പോൾ കേരള ജനത ഒറ്റക്കെട്ടായിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ കേരള ജനത ശ്രീ ഷാജി, അതിന്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. അതല്ല, പ്രളയം എങ്ങനെ വന്നോ, പ്രളയം മഴ പെയ്ത് അതിനുശേഷം അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഇത് ആ പ്രളയം ഉണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ കൃത്യമായ ഒരു ചിത്രം കൊടുക്കാനോ അതിനെ മറികടക്കുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനോ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞോ? അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അതിനനുസരിച്ച് കേരളത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ല, കേരള സർക്കാർ ഈ പ്രളയാനന്തര കേരളം പുനഃസൃഷ്ടിക്കുന്നതിൽ വലിയ പരാജയമാണ് സംഭവിച്ചത് കേരള സർക്കാരിന്. ഈ മുഖ്യമന്ത്രി ഈ പ്രളയാനന്തര കേരളം പുനഃസൃഷ്ടിക്കാൻ വിദേശത്ത് പോയത്, കുടുംബസമേതം വിദേശത്ത് പോയിട്ട് എന്ത് പൈസയാണ് ലഭിച്ചത്? മലയാളി സമൂഹം ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട്. എല്ലാ മേഖലയിലും സ്വാധീനമുള്ളതാണ്, എല്ലാ നാട്ടിലും സ്വാധീനമുള്ളതാണ്. അവിടെ സമൂഹത്തിൽ സ്വാധീനമുള്ള മലയാളികളുള്ള ഈ കേരളത്തിലേക്ക് കേരള സർക്കാരിന് ഒരു ഫണ്ട് പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഈ കേരളത്തിൻ്റെ പ്രളയവുമായി ബന്ധപ്പെട്ടത് 17,000 വീടുകൾ തകർന്നു. ലൈഫ് എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കിയിട്ട് ഒരു വീടിന് പോലും കാശ് മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം കേരളത്തിലെ വ്യാപാര മേഖലയിൽ നഷ്ടം സംഭവിച്ചവർക്ക് ആർക്കെങ്കിലും ഒരു രൂപ എന്നവരെ കൊടുക്കാൻ സാധിച്ചോ? ശ്രീ സജിത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, സജിത്ത്, പ്രളയം കൊണ്ട് കേരളം മുഴുവൻ വീർപ്പ് മുട്ടി. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെല്ലാം തന്നെ അടച്ചുപൂട്ടിയിടേണ്ട സാഹചര്യം വന്നു. അർഹിക്കുന്ന രീതിയിൽ സഹായിക്കാമെന്ന് വിദേശ രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് കൃത്യമായി തടസ്സം നിന്നത് കേന്ദ്ര സർക്കാരല്ലേ? അതിൽ രാഷ്ട്രീയമില്ലേ? ആ രാഷ്ട്രീയം കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായി മാറിയില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഒരു വ്യാജ പ്രചരണം. കേന്ദ്ര സർക്കാർ 600 കോടി രൂപ പ്രാഥമിക ഘട്ടത്തിൽ സഹായത്തിന് നൽകിയപ്പോൾ 700 കോടി രൂപ അങ്ങ് വിദേശ രാഷ്ട്രങ്ങൾ, അങ്ങ് ദുബായ് സുൽത്താൻ കേരളത്തിന് കൊടുക്കാമെന്ന് കേരള മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുമ്പോൾ കേരള മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ആരാണ് സുൽത്താൻ്റെ ഏത് തരത്തിലാണ് നിങ്ങളെ അറിയിച്ചത്? യൂസഫ് അലി എന്നോട് പറഞ്ഞു 700 കോടി രൂപ സുൽത്താൻ തരാം എന്നുള്ളത്. യഥാർത്ഥത്തിൽ യൂസഫ് അലി കേരളത്തിൻ്റെ പ്രതിനിധിയാണോ? യഥാർത്ഥത്തിൽ യൂസഫ് അലിയാണോ കേരളത്തിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്? ദുബായ് പോലെയുള്ള വലിയൊരു രാഷ്ട്രവുമായി, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ശക്തമായ രാഷ്ട്രവുമായി കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ബന്ധം പുലർത്തേണ്ടത് യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണോ? അപ്പോൾ വ്യക്തമായിട്ട് അവർ പറഞ്ഞല്ലോ 700 കോടി രൂപ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക സഹായം നൽകാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ദുബായിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ മലയാളി സംഘടനകൾ സംഘടിപ്പിച്ചുകൊണ്ട് 700 കോടി രൂപ അല്ലെങ്കിൽ 500-600 കോടി രൂപ ഞങ്ങൾ പിരിച്ചെടുത്ത് നൽകാമെന്ന് മലയാളി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ദുബായ് സജിത്ത്, അത്തരം കാര്യങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടാവും. പക്ഷേ വന്ന ഒരു കാര്യം, വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും അതേപടി നിലനിർത്തും. അല്ലാതെ ഈ പ്രളയത്തിന്റെ പേരിൽ മാത്രം ഒരു പ്രത്യേക ധനസഹായത്തിനോ സമാഹരണത്തിനോ കേരള സംസ്ഥാനത്തെ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നയം തന്നെ സ്വീകരിച്ചു. പല മന്ത്രിമാർക്കും വിദേശത്തേക്ക് യാത്ര പോകുവാൻ തന്നെ ആ സാഹചര്യത്തിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇതിന്റെ രാഷ്ട്രീയ വശം. ഒപ്പം തന്നെ വ്യോമസേന അടക്കമുള്ള സേനാ വിഭാഗങ്ങൾ ഇവിടെ തെരച്ചിലടക്കമുള്ള അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കമുള്ളവ നടത്തി. പക്ഷേ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ സംസ്ഥാനത്തോട് വ്യോമസേന, നാവികസേനയൊക്കെ അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഒഴിവാക്കി തരണമെന്ന് കത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാവികസേന അടക്കമുള്ള
കേന്ദ്ര സേനകൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ അതിൻ്റെ തുക വിലയിരുത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു സിസ്റ്റമാണ്. അതൊരു അക്കൗണ്ട് ചെയ്യേണ്ടേ, അത് നമ്മൾ എന്തിന് ചെലവഴിച്ചു എന്ന രീതിയിൽ അക്കൗണ്ട് ചെയ്യണ്ടേ. ഈ അക്കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തുക വിലയിരുത്തുക എന്നുള്ളത് അതൊരു പ്രോസസ്സിംഗ് ആണ്. ആ പ്രോസസ്സിങ്ങിന് ശേഷം ഈ തുക കേന്ദ്ര സർക്കാർ അവരുടെ ഫണ്ടിൽ നിന്നും അതാത് സേനകൾക്ക് നൽകുകയാണ് അതിൻ്റെ പ്രതിവിധി. അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ വ്യാജ പ്രചരണം വന്നു. നമ്മൾ പ്രളയം ഉണ്ടായ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകിയ അരി അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ബില്ല് നൽകി എന്നുള്ളത്. ബില്ല് നൽകണം, അതാണ് അതിൻ്റെ സിസ്റ്റം, അതാണ് അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം. പക്ഷെ ബില്ല് നൽകിയാൽ പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പണം കേന്ദ്ര സർക്കാർ ആ ഭക്ഷ്യവിഭവ വകുപ്പിന്, ഭക്ഷ്യധാന്യ വകുപ്പിന് അത് നൽകുന്നതായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ പ്രോസസ്സിംഗ്. പക്ഷെ അതിനെക്കുറിച്ച്, ആ അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, ആ രീതികളെ കുറിച്ച് ശ്രീ സജിത്ത്, അത്തരം കാര്യങ്ങൾ നിൽക്കട്ടെ. രണ്ട് സർക്കാരുകൾ, സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയുണ്ട്, അതുപോലെ ചെറുകിട വ്യാപാരികളുടെ പ്രശ്നമുണ്ട്, വ്യവസായികളുടെ പ്രശ്നമുണ്ട്, അതുപോലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നമുണ്ട്. ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? ഏതെങ്കിലും ഒരു നിർദ്ദേശമുണ്ടായോ? കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള കുറേയധികം പദ്ധതികൾ. 1, 2, 3 എന്നല്ല, നമുക്ക് കുറേയധികം പദ്ധതികൾ. ഇപ്പോൾ കൂടുതലായി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജനയടക്കമുള്ള പദ്ധതികൾ കേരളത്തിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രളയമുണ്ടായ വീടുകളിലേക്ക് 10,000 രൂപ കൊടുത്തപ്പോൾ അതിലെ 3,200 രൂപ കേന്ദ്ര വീതമായിരുന്നു. ആ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാർ നേരിട്ട്, നമ്മൾ ആലോചിക്കണം, പ്രളയത്തിൽ ബാധിക്കപ്പെട്ട ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുകയാണ് ചെയ്തത്. ശ്രീ ഷാജി കോടങ്കണ്ടത്ത്, ഈ ഇത്തരം രാഷ്ട്രീയം തന്നെയല്ലേ ഇവിടെ കേരളത്തിൽ ഈ പ്രളയത്തിൻ്റെ പേരിൽ പോലും ഉണ്ടായത്? കാരണം കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരിൻ്റെ അംഗങ്ങളായ മന്ത്രിമാരെ വിദേശത്ത് പോയി ഒരു ധനസമാഹരണം നടത്തുവാൻ അനുവദിക്കാത്ത സാഹചര്യം വന്നപ്പോൾ എന്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു പ്രതിഷേധത്തിന് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല? അവിടെയും രാഷ്ട്രീയമല്ലായിരുന്നോ? സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പിടിപ്പുകേടിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇതെല്ലാം തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയം മാത്രമല്ലായിരുന്നോ പ്രതിപക്ഷത്തിൻ്റെ റോള്? അല്ല, പ്രതിപക്ഷം ഈ പ്രളയവുമായി പ്രളയത്തിന് ശേഷം പ്രളയാനന്തര കേരളം സൃഷ്ടിക്കുന്നതിൽ രാഷ്ട്രീയം മറന്നൊറ്റക്കെട്ടായി നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിന് പ്രത്യേക അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യങ്ങൾക്ക് സുതാര്യമാകണമെന്ന് പറഞ്ഞു. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് വരുന്ന പൈസ, കേരളത്തെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പൈസയ്ക്ക് ഒരു സുതാര്യത വേണമെന്ന് പറഞ്ഞു, അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറഞ്ഞു. അതിനൊന്നും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഗവൺമെൻറ് തയ്യാറല്ല. പിന്നെ ഇവിടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം സഹിത്ത് പറഞ്ഞു, സർഫസി ആക്ട് പ്രകാരം വ്യവസായികളുടെയും സാധാരണക്കാർക്കും അതിൽ സർഫസി ആക്ട് പ്രകാരം NP ആയി കഴിഞ്ഞാൽ ബാങ്കുകൾ ആക്ഷൻ എടുക്കാണ്. 1 വർഷം മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു, കേന്ദ്ര ഗവൺമെൻറ്റിനോട് തയ്യാറായിട്ടില്ല. കാർഷിക കടം എഴുതി തള്ളാൻ പറഞ്ഞു, തയ്യാറായിട്ടില്ല. കർഷകരുടെ വായ്പ പോലും, വിദ്യാഭ്യാസ ലോണും 1 വർഷത്തേക്ക് മുഴുവൻ കേരളത്തിലെ ലോണിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ വന്നത് കോൺഗ്രസ് ആണ്. ശ്രീ ബിന്നി എമ്മട്ടി, താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ഈ പ്രളയത്തിൽ ആണ്ടുപോയ ചെറുകിട വ്യാപാര വ്യവസായ മേഖലയുടെ ഒന്ന് കൈപിടിച്ചുയർത്താൻ കുറച്ച് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 വർഷത്തോളം ആവുന്നു. എത്രത്തോളം ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടൽ ഫലപ്രദമായി? എന്തെങ്കിലും കിട്ടിയോ? സംസ്ഥാന ഗവൺമെൻറ് വ്യാപാരികൾക്ക് 1 ലക്ഷം വരെ പലിശരഹിത വായ്പ കൊടുക്കാമെന്നും അത് പ്രായോഗികം നടപ്പാക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് അത് നടപ്പാക്കാൻ സാധിച്ചില്ല. ബാങ്കുകൾ അതിന് കൂട്ടുനിന്നില്ല. അതുമാത്രമല്ല, ചെറുകിട വ്യാപാര മേഖല പ്രളയം മൂലം നഷ്ടപ്പെട്ട 12,610 വ്യാപാരികൾ അവർ വ്യാപാര ക്ഷേമനിധി ബോർഡിൽ വഴി പരാതി നൽകുകയും അവർക്ക് കോടിക്കണക്കിന് നഷ്ടം വന്നത് കണക്ക് കൊടുക്കുകയും ചെയ്തെങ്കിലും ഇതുവരെ ഒരു പൈസ പോലും സംസ്ഥാന ഗവൺമെൻറ് തരാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് കയ്യിൽ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കാർഷിക മേഖലയിൽ കർഷക ഉൽപ്പന്നങ്ങൾക്ക് നഷ്ടം വന്നാൽ കൊടുക്കാൻ വകുപ്പുണ്ട്. ഈ വ്യാപാര മേഖലയ്ക്ക് നഷ്ടം വന്നാൽ കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കയ്യിൽ ഒരു നിയമവും ഇന്ന് വരെ നിലവിലില്ല. ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആണെങ്കിലും ഇതുവരെ ഫണ്ടില്ല എന്ന പേരിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല.
ശ്രീ ബെന്നി എമ്മട്ടി, ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ വകുപ്പില്ല എന്ന് പറയുന്നു. പക്ഷെ പ്രളയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ഒരു കാര്യം കൂടി അടിയന്തരമായി പരിഗണിക്കേണ്ടതല്ലേ? കാരണം കേരളം പോലുള്ളൊരു സ്ഥലത്ത് അടുത്ത ഒരു മഴയും ഒരു പ്രളയവും ആർക്കും പ്രവചിക്കാൻ കഴിയില്ലല്ലോ. ഇത്തരം കാര്യങ്ങളിൽ ഒരു സമ്മർദ്ദം ചെലുത്തിയില്ലേ നിങ്ങൾ? അതുകൊണ്ടാണ് വ്യാപാരക്ഷേമമായി ബോർഡുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 12,610 പേരുടെ നഷ്ടവും അവരുടെ വ്യാപാരത്തിൻ്റെ കണക്കുകൾ മുഴുവൻ എടുത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൽ കൊടുത്തത്. ഫണ്ട് ഇതുവരെ അലോട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് ചോദിക്കുമ്പോൾ ഫണ്ട് വന്നിട്ടില്ല, വരുന്ന മുറയ്ക്ക് അലോട്ട് ചെയ്യാന്നാണ് പറയുന്നത്. ശ്രീ ബെന്നി എമ്മട്ടി, ഈ രീതിയിൽ പ്രളയം കൊണ്ട് വ്യാപാര നഷ്ടമുണ്ടായ അനേകം ആളുകളുണ്ട്. ബാങ്കുകളുടെ നടപടി ഇക്കാര്യത്തിൽ, ബാങ്ക് ലോണൊക്കെ എടുത്ത ആളുകളുണ്ടല്ലോ, ബാങ്കുകളുടെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കർഷക ആത്മഹത്യ പോലെയുള്ള വലിയ ഒരു ഭീകരമായ അവസ്ഥയുടെ മുനമ്പിൽ നിൽക്കുന്ന എത്രത്തോളം ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇന്ന്? വ്യാപാര മേഖലയിൽ പ്രളയമായി നഷ്ടപ്പെട്ടവർക്ക് രണ്ടാമത് വ്യാപാരം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ബാങ്ക് ലോണുകളായി കിടക്കുന്നതൊക്കെ MPI നഷ്ടപ്പെട്ട് അവർ ജപ്തി നടപടിയിലേക്ക് ബാങ്കുകൾ പോവുകയാണ്. ഇപ്പോൾ പണമുള്ളവർക്ക് അത് എവിടെന്നെങ്കിലും സ്വരൂപിച്ച് വ്യാപാരം നടത്താമെന്നല്ലാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അതിനെ ഒന്നും സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ദുഃഖകരമായ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ താങ്കൾ അടങ്ങുന്ന ആ പ്രസ്ഥാനം എങ്ങനെ, ഏത് രീതിയിലുള്ള ഒരു പരിഹാര നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഇത് ഉന്നയിച്ചുകൊണ്ടുള്ള ഏത് രീതിയിലുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന് മുമ്പാകെ നിങ്ങൾക്ക് നൽകാൻ കഴിയും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പലിശരഹിത വായ്പ ബാങ്കുകളിൽ നിന്ന് കൊടുക്കുക. അവർക്ക് കൊടുത്തിട്ടുള്ള ഷുവർട്ടി, ആ ഷുവർട്ടിയുമ്പോൾ തന്നെ കൂട്ടി പൈസ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ പറയുന്ന പോലെ ഇൻസ്റ്റാൾമെൻറ്റായി വ്യാപാരികൾ പണം അടയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് ബാങ്കുകൾ തയ്യാറല്ല. റിസർവ് ബാങ്കിൻ്റെ ചില നിയമമായി പറഞ്ഞുകൊണ്ട് ബാങ്കുകൾ ഇതിനെ പുറംതിരിഞ്ഞു നിൽക്കുക. കാർഷിക മേഖല സ്ഥിതി തന്നെയാണ്. കർഷകർക്കും ഈ രീതിയിലുള്ള പണങ്ങൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യം റിസർവ് ബാങ്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, RBIയുടെ പേര് പറഞ്ഞുകൊണ്ട് ബാങ്കുകൾ മുഖം തിരിക്കുക. അവർക്ക് ഇതിനോട് താല്പര്യമില്ല. അവർക്ക് വൻകിട കമ്പനികളെ, വൻകിട കുത്തകകളെ ലോൺ കൊടുക്കുവാനും കിട്ടാക്കടമ എഴുതി തള്ളുവാൻ മാത്രമാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും RBIയുടെയും മുന്നിലുള്ള ഒറ്റ ലക്ഷ്യം. അല്ലാണ്ട് സാധാരണക്കാരെയോ കർഷകരെയോ വ്യാപാരികളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം ബാങ്കുകളുടെ മുന്നിലില്ല. ഇത് ഇന്ന് തുടങ്ങിയതല്ല, അത് വർഷങ്ങളായിട്ട് ബാങ്കുകൾ അനുവർത്തിച്ചു വരുന്ന ചില ഭാഗമാണ്. അതിനെ മറികടക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോ RBIക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇരുട്ടടി പോലെ വന്ന രണ്ട് നിയമങ്ങളും ഒപ്പം പ്രകൃതി ദുരന്തവും കൂടിയായപ്പോൾ കേരളത്തിൻ്റെ ചെറുകിട വ്യാപാര വ്യവസായ മേഖലകൾ ഏതാണ്ട് സ്തംഭിച്ചിരിക്കുന്നു. വലിയ നഷ്ടത്തിലേക്ക്, കർഷക ആത്മഹത്യ പോലെ വരുന്ന നാളുകളിൽ ഒരുപക്ഷെ വ്യാപാരി വ്യവസായികളുടെ ആത്മഹത്യകൾക്ക് കൂടി കേരളം വേദിയാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. ഷെക്കേന ഇൻസൈറ്റ് ഇതേ ആശങ്ക തന്നെയാണ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.